ഇപ്പൊ കണ്ട ബംഗാളികളുടെ കേസ് നമ്മൾ എടുക്കണോ? സുജിത്തെ ഒന്ന് പോയി നോക്കണോ? സർ എന്താടാ വന്ന് വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി കളിച്ചു തുടങ്ങിയോ? സാറേ വേറെ വഴിയില്ലാട്ടോ സാറേ, ഞങ്ങളെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ, എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. അമ്മ അമ്മ ഈ പൊട്ടച്ചെറുക്കൻ ഇവനോട് ചോദിച്ചാ ഇവൻ പറയും കൊച്ചെന്തേന്ന്. പറയടാ സാറേ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ല സാറേ, അവന് പെങ്ങാന്ന് വെച്ചാ ജീവനാ. ഞങ്ങള് പൊന്നുമോളി ഞങ്ങളോട് പറയാതെ എങ്ങോട്ട് പോകത്തില്ല സാറേ, ഞങ്ങളോട് പറയാതെ ഞങ്ങൾ പൊന്നുമോൾ പോകത്തില്ല സാറേ. എങ്ങനെയാ ഞങ്ങൾ മോളെ കണ്ടുപിടിച്ചിട്ടാ സാറേ? പാലുകൾ പൂത്തു തുടങ്ങി. പക്ഷെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ യക്ഷിക്ക് വരെ പേടിയാണത്രേ. സമർപ്പണം അളവില്ലാതെ പിച്ചി ചീന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്കല്ല, ഒരു മെഴുകുതിരി കത്തിത്തീരുന്നത് വരെ മാത്രം സഹതാപ വേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നു ഇവിടെ വാടി കാന്താരി. അച്ഛാ ഇന്ന് പോയി വരുമ്പോ മൂക്കൊരു കോലുമിട്ടായി വാങ്ങിക്കൊണ്ട് വരുമോ? എനിക്കും അച്ഛന്റെ പൊന്നുമക്കൾക്ക് അച്ഛനെല്ലാം വാങ്ങിക്കൊണ്ടുവരാം. ആലുവ ടൗണിൽ പോയി ഒന്ന് വരട്ടെ കേട്ടോ. രണ്ടാളും ഇവിടെ നിൽക്കാണോ? പൊന്നു അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കണം, പഠിക്കണം, ഏട്ടനെടുത്തു കൊടുക്കണം കേട്ടോ. ഏട്ടാ പോവാം. ചേട്ടാ ചേട്ടാ, അയ്യോ അച്ഛൻ പുറത്തോട്ട് പോയല്ലോ, എന്തു പറ്റി? അറിയായിരുന്നു, എന്നാലും അങ്കിളുടെ സുന്ദരി കുട്ടിക്ക് അങ്കിള് എന്താ കൊണ്ടുവന്നേന്ന് കാണണ്ടേ. ടാ ചോക്ലേറ്റ് എനിക്കാണോ? മോക്കിന് വലിയ ഇഷ്ടാ. താങ്ക് യു. എന്താ കാണിക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ തൊടുന്നേ? മോക്ക് പേടിയാ? എന്തിനാ ഇങ്ങനെയൊക്കെ തൊടുന്നേ? മോക്ക് പേടിയാ? എന്തിനാ പേടിക്കുന്നേ? അങ്കിളല്ലടാ, എന്തിനാ മോള് പേടിക്കുന്നേ? പേടിക്കണ്ട കേട്ടോ. അയ്യോ ചത്തു. പോലീസ് പോലീസ് പോലീസ്. മനുഷ്യ മനസാക്ഷിയെ തികച്ചും ഞെട്ടിച്ചിരിക്കുന്ന ഒരു ഉദാഹരണ കൃത്യമാണ് ഇന്നിവിടെ അരങ്ങേറിയിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. അല്ലല്ലോ എന്നാ പറയാനാ, കണ്ട ബംഗാളികളൊക്കെ ഇവിടെ വന്ന് താമസിച്ച ഇതൊക്കെ തന്നെ അവസ്ഥ. എന്താ ഈ പറയണേ? നാം കർമ്മങ്ങൾ ചെയ്യേ നടക്കില്ല. അത് ഏതോ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിക്കായി നടക്കില്ല. എനിക്കും എന്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും ക്രിമിനലിനെ ഞങ്ങൾ കണ്ടെത്തി. ഞാനും എന്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. എന്തായാലും എല്ലാരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. എന്റെ മോള് ഓർമ്മിളേ, നമ്മുടെ മോളെ കിട്ടിയോ? ആ ഏട്ടാ, നമ്മുടെ മോളെ കിട്ടി ഏട്ടാ. ഉറങ്ങാ എന്റെ പൊന്നുമോൾ, ഉറങ്ങിക്കോട്ടെ. സ്കൂളിൽ നിന്ന് വന്നതല്ലേ, യൂണിഫോം ഇട്ടിട്ടല്ലേ, തണുത്തിട്ടുണ്ടാവും. എന്റെ പൊന്നുമോൾ ഉറങ്ങിക്കോട്ടെ. എന്റെ പൊന്നു പൊതച്ച് കിടക്കുക, ബാലേട്ടാ, പൊതച്ച് കിടക്കുക എന്റെ മോളെ.
നിങ്ങൾ പറയൂ, ആർക്കാണ് യാഥാർത്ഥ്യത്തിൽ അന്ധത ബാധിച്ചിരിക്കുന്നത്? ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കാത്ത ആ പാവം പിതാവിനോ, അതോ ഇതെല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്ത ഭാവത്തിൽ അഭിനയിക്കുന്ന മതിഭ്രമം ബാധിച്ച ഈ സമൂഹത്തിനോ? നന്ദി.